കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു, പൊടിക്കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയവാൽവ് ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവ് ഇതിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് തലവേദന വിട്ടുമാറാത്ത തലവേദന മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. എങ്ങനെയെങ്കിലും കല്യാണം നടന്നേ മതിയാകത്തുള്ളൂ. വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികൾ തിരക്കി നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹ്യമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ വൈവാഹിക തടസ്സങ്ങൾ യേശുക്രിസ്തു നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു. പണപരമായ തടസ്സങ്ങൾ, അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവകരുണ തോന്നണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.